ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കർട്ടനും അതുപോലെ ബ്ലാങ്കറ്റൊക്കെയാണ് അലക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ബ്ലാങ്കറ്റൊക്കെ കർട്ടനൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് അലക്കാറുള്ളത്. ഇന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒരുപാട് മെനക്കേടില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എങ്ങനെ അലക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് വെയിറ്റുള്ള ബ്ലാങ്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാനും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും അത് എടുക്കാനും. അത് രണ്ടാൾ വേണം അത് വൃത്തിയാക്കാനൊക്കെ ആയിട്ട്. നമുക്ക് കൂടെ സഹായത്തിന് ആളുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും തൂക്കാൻ പറ്റാതെ അടിപൊളിയായിട്ട് നടുവേദന ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് കണ്ടോ കർട്ടനൊക്കെ ഇതുപോലെ ഞാൻ ഞൊറിയെടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഇതാണ്ടോ ഇതിൻ്റെ ഈ റിങ്ങൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർട്ടനിൽ നിങ്ങൾ വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കെട്ടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പുറത്ത് കൈകൊണ്ട് അലക്കുകയാണെങ്കിലും ഇതുപോലെ കെട്ടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആക്കിക്കെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് അലക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ്ടോ എല്ലാം നമുക്കിതുപോലെ ഒന്ന് കെട്ടി വെക്കണം കേട്ടോ, എന്നിട്ട് വേണം അലക്കാനായിട്ട്. അപ്പോൾ എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കെട്ടിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വൃത്തിയാകുമെന്ന് സംശയം ഉണ്ടാകും. ഒരു സംശയം വേണ്ട, ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല അതിൻ്റെ കറയോ അല്ലെങ്കിൽ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരാൻ സഹായിക്കും. ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സോപ്പ് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കർട്ടൻ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ തലേ ദിവസമാണ് നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നന്നായിട്ട് ക്ലീനായിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ ഇട്ട് വെക്കണം. അപ്പോൾ എല്ലാം ഇട്ട് വെച്ചിട്ട് നമുക്ക് കോല് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ സോപ്പ് പൊടിയൊക്കെ എത്തുന്നത് വരെ നമുക്ക് സോപ്പ് വെള്ളമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ തലേ ദിവസം ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കാലത്താണ് എണിച്ച് നമ്മൾ നോക്കുമ്പോൾ അതാണ്ടില്ലേ നന്നായിട്ട് തന്നെ ചളി ഇളകി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലതുപോലെ ചളി ഇളകി വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെറുതെ കൈകൊണ്ട് തന്നെ ഒന്ന് ആക്കിയെടുക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ചളി ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. വിനാഗിരിയും അതുപോലെ നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ കണ്ടില്ലേ നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വെറുതെ കൈവച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് വേറൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമുക്കിത് നന്നായിട്ട് വെള്ളത്തിൽ നമ്മളതൊന്ന് മുക്കിയെടുക്കണം. ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോകുന്ന വരെ 2-3 വെള്ളത്തിൽ നമുക്കിതുപോലെ മുക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, അഴുക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലതുപോലെ അഴുക്ക് പോയിട്ടുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീനിലോ കല്ലിലോ ഒന്നും നമുക്ക് അലക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിൽ തന്നെ നമുക്ക് അതിൻ്റെ ചളിയൊന്ന് കളഞ്ഞെടുത്താൽ മതിയാവും. ഒരിക്കൽ പിഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അടുത്ത ബക്കറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കെട്ടൊന്ന് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് ഉണക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്ടില്ലേ, ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കൂടയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഓരോ കൂട എല്ലാ വീട്ടിലും ഉണ്ടാവും. അത് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഡ്രയർ, നമുക്കിപ്പോൾ വാഷിംഗ് മെഷീനിലെ ഡ്രയർ പോലെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് അടുത്തത് ബ്ലാങ്കറ്റാണ് നമ്മൾ അലക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അതുപോലെ ഒരു വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ വീട്ടിൽ പണ്ടൊക്കെ ഇത് നെല്ല് വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഇതുപോലെ ഒരു വലിയ പാത്രമുണ്ട്. നമ്മൾ ബ്ലാങ്കറ്റ് മുക്കി വെക്കാൻ ആവശ്യത്തിനുള്ള പാത്രമാണ്. വലുപ്പമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മുക്കി അതേപോലെ നമുക്ക് അലക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീനിലെക്കാളും അടിപൊളിയായിട്ട് നമുക്ക് അലക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ്ടോ നമ്മൾ ഇതുപോലെ വെള്ളം നിറച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സോപ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് സോപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാങ്കറ്റും ആവശ്യമായിട്ടുള്ള സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്ലിനിക് പ്ലസ് ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ക്ലിനിക് പ്ലസ് ഷാമ്പു നല്ല അടിപൊളിയായിട്ട് അഴുക്ക് പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷാമ്പു ഇട്ട് കൊടുക്കുന്നത്. അതും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഒക്കെ ക്ലിനിക് പ്ലസ് ഷാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ബ്ലാങ്കറ്റ് മുക്കി വെക്കാം കേട്ടോ. അപ്പോൾ തലേ ദിവസമാണ് ഞാനത് ചെയ്യുന്നത്. നമ്മളിനി കാലത്താണ് ബാക്കിയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മൾ കാലത്ത് എണീറ്റിട്ട് ഇതാണ്ടില്ലേ ഇതുപോലെ ഒന്ന് ചവിട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ചളി ഇളകി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചവിട്ടി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ചളിയൊക്കെ പോയി കിട്ടും. ഒരു 10-20 പ്രാവശ്യമൊക്കെ നമുക്കിതുപോലെ ചവിട്ടി ഇതിൻ്റെ ചളിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചളിയൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ ചളി ഇളകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ ഇതിൻ്റെ ചളി നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചളി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കളയാം. ഒരു 2-3 പ്രാവശ്യം നമ്മളിതുപോലെ പൈപ്പിൽ വെള്ളം പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ വെള്ളം ചവിട്ടി ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞാൽ അടിപൊളിയായിട്ട് കണ്ടോ. നമുക്ക് കാണുമ്പോൾ ബ്ലാങ്കറ്റ് കാണുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ നമ്മൾ ഇതുപോലെ അലക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ അഴുക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടില്ലേ നല്ലതുപോലെ അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വെള്ളം ഇതിലേക്ക് നിറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് 2-3 പ്രാവശ്യം ചവിട്ടി ഇതുപോലെ നമുക്ക് വെള്ളം കളയാം കേട്ടോ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ചെയ്യാം. അങ്ങനെ താണ്ടില്ലേ നമ്മൾ 3-4 പ്രാവശ്യം വെള്ളമൊക്കെ ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇതാ നമ്മൾ വെള്ളം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു കൂട ഉണ്ടല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവും. ആ കൂടയിലേക്ക് നമ്മൾ ഇതെടുത്തിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട ഓരോ ഭാഗത്തുനിന്നായിട്ട് നമുക്കിത് എടുത്ത് വെക്കാം. ഒന്നായിട്ട് പൊങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഇടുപ്പ് വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ വേണ്ട ഇതുപോലെ ചെറുതായിട്ട് ഇതങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാം. വേണ്ടോ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് എത്ര ബ്ലാങ്കറ്റ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് അലക്കിയെടുക്കാൻ പറ്റും. ഒരു ക്ഷീണമോ ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ ബ്ലാങ്കറ്റൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് വെറുതെ വാഷിംഗ് മെഷീൻ കേട് വരുത്തണ്ട. ഇതുപോലെ ചെയ്താൽ മതിയാവും.